ഒരു മനുഷ്യനും പറയില്ല അത് വിശ്വനല്ലെന്ന്. അത്രയ്ക്ക് സാമ്യമുണ്ട്. വെറുതെ അല്ല കളക്ടർക്ക് തെറ്റിയത്. എനിക്കൊന്ന് കാണണമല്ലോട് അവനെ. ഇപ്പൊ വെന്റിലേറ്ററില്ല. 1% പോലും ഹോപ്പ് ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മാത്രമല്ല വിശ്വ ഇപ്പൊ അവനെ കാണാൻ ചെന്നാൽ അതൊരു വാർത്തയാവും. പക്ഷെ എനിക്ക് അവൻ എന്റെ ശത്രുവാണെന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. കെണിയിൽ വീണത് പുലിയാണോ പൂച്ചയാണോ എന്നറിയാതെ നമുക്കൊന്നും തീർത്ത് പറയാൻ പറ്റില്ല. ഇപ്പോഴവന്റെ ജീവൻ രക്ഷിക്കാണ് വേണ്ടത്. ഏതു വിധത്തിലും അവൻ ജീവിച്ചിരിക്കണം എന്നെന്റെ മനസ്സ് പറയുന്നു. ഗംഗ, നീ എങ്ങോട്ടാ? അവളിത് എങ്ങോട്ടമ്മേ? നീ വലിയ തിരക്കിലാന്ന് കരുതി അവക്ക് അവളുടെ അച്ഛനെ കാണാൻ പോകാതിരിക്കാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? എന്താ അമ്മേ പ്രശ്നം? അവളുടെ അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞ് ഫോൺ വന്നു മോനെ. കുറച്ചു മുമ്പ് ഇവനിവിടെ വന്നപ്പോ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരട്ടേന്ന് പുറകെ നടന്ന് ചോദിച്ചു ഇവള്. കുറച്ചു മുമ്പ്? അതെ, ഒരു 10 മിനിറ്റ് മുമ്പ്. എന്നിട്ട് അവനത് കേട്ട ഭാവം പോലും കാണിക്കാതെ ഒരൊറ്റ പോക്ക്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോന്ന് ഞാനും പറഞ്ഞു. എവിടെ? എന്നിട്ടിപ്പോ ചോദിച്ചത് കേട്ടില്ലേ, പറഞ്ഞിട്ട് പോയിക്കൂടെയെന്ന്. വേഗം വിട്. എന്നെ വിളിച്ചു വരുത്തിയതേ ഈ കടലിന്റെ സൗന്ദര്യം കാണാനാ? എന്തെങ്കിലും ഒന്ന് പറയണ്ടേക്കൂ. എന്തെങ്കിലും പറയാനല്ല, വളരെ ഗൗരവമുള്ളൊരു കാര്യം നിന്നോട് പറയാനാണ് വരാൻ പറഞ്ഞത്. അതിപ്പോ നിന്നോട് പറയണോ വേണ്ടയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിന്റെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി. ഓക്കെ? ശരി. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരുത്തനല്ലേ മിനിസ്റ്ററോട് രൂപസാദൃശ്യമുള്ള ഒരാൾ? അതെ. അത് തന്നെ ഒരു മിറാക്കിളാണ്. ഒരാളോട് ഇത്രയും മാച്ചിങ് ആയ മറ്റൊരാൾ. ഇന്നലെ മിനിസ്റ്ററുടെ വീട്ടിലും വന്നു അതുപോലൊരുത്തൻ. എന്ത് വിഡ്ഢിത്തമായിരിക്കും ഈ പറയുന്നത്? ആര് കേട്ടാലും ഇതൊരു വിഡ്ഢിതമാണെന്നേ പറയൂ. പക്ഷെ ഐ ആം ഷുവർ മിനിസ്റ്ററെ പോലെ മറ്റൊരാൾ കൂടി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അയാളുടെ ഉദ്ദേശമോ ലക്ഷ്യമോ ഒന്നും വ്യക്തമല്ല, പക്ഷെ അത് സത്യമാണെങ്കിൽ ഒന്ന് വ്യക്തമാണ്. ഒരു ചെറിയ തലച്ചോറോ ചെറിയ കാര്യമോ അല്ല ഇതിൻ്റെ പിന്നിൽ. എനിവേ, നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് ഞാൻ ബോംബെക്ക് പോവും. ആൻഡ് ദ നെക്സ്റ്റ് ഈവനിങ് ഐ വിൽ ബി ബാക്ക് ടു ദ സിറ്റി. 98 ബാച്ചിലെ ഒരു രമൺ നായിക്കിനെ കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അലഹബാദിൽ 2 വർഷം ഞാൻ അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിട്ടുണ്ടായിരുന്നു. അറ്റ് ദ ടൈം ഓഫ് മൈ പ്രൊബേഷൻ. എൻ്റെ ഒരു ബോസ് ആയിരുന്നില്ല അദ്ദേഹം. ഹി വാസ് മോർ ദാൻ എ ഫ്രണ്ട് ടു മീ. ഒരു വല്ലാത്ത ജീനിയസാ. വ്യത്യസ്ത മേഖലകളാണ് പുള്ളിക്ക് താല്പര്യം. കുറച്ച് നാൾ മുമ്പ് ട്വിൻസിനെ പറ്റി ഒരു സ്റ്റഡി നടത്തിയിട്ട് അദ്ദേഹം ഒരു തീസിസ് തയ്യാറാക്കിയിരുന്നു. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. അതാണ് എൻ്റെ ഈ ചെറിയ യാത്രയുടെ ഉദ്ദേശം. ഒപ്പം മുംബൈ പോലീസ് ആസ്ഥാനത്ത് ഒരു അൺഒഫീഷ്യൽ വിസിറ്റ്. ഇതിനൊക്കെ മുകളിലുള്ളവരുടെ പെർമിഷൻ കാത്തുന്ന ഒരുപാട് സമയമെടുക്കും. ഞാനിതൊക്കെ നിന്നോട് പറയുന്നത് എന്തിനാന്ന് മനസ്സിലായി? പെട്ടെന്നൊരു ദിവസം ഞാൻ മിസ്സിംഗ് ആകുമ്പോൾ നീ TV ക്യാമറ മുമ്പിൽ കയറി നിന്ന് നാട്ടുകാരോട് വായി തോന്നിയൊക്കെ വിളിച്ച് പറയാതിരിക്കാനാ. ഓക്കെ, സോ കീപ് ഓൾ ദിസ് ആസ് സീക്രട്ട്. ഓക്കെ, കം. കണ്ട തല കറങ്ങി വീഴുന്ന ഒരു അനുജനുണ്ടായിരുന്നു എനിക്ക്. പാടശേഖരങ്ങളിൽ പണിയെടുക്കുന്ന അച്ഛനും അമ്മയ്ക്കും തലയിൽ കഞ്ഞിവെള്ള പാത്രം ചുമന്നുകൊണ്ട് പോകുമ്പോൾ എൻ്റെ വിരൽത്തുമ്പ് പിടിച്ച്
അവനുണ്ടാവുമായിരുന്നു കൂടെ. അപ്പാവും അമ്മാവും മരിച്ചപ്പോ അവനെ വളർത്താൻ ഓട മുതൽ സെപ്റ്റിക് ടാങ്ക് വരെ കഴിവിട്ടുണ്ട് ആ അനുജന്റെ ചേട്ടൻ. ആ അനുജന്റെ പേര് ബാലസുബ്രഹ്മണ്യം, ഏട്ടൻ ശിവസുബ്രഹ്മണ്യം. അറിയുമോ? ചേട്ടാ. ചേട്ടനോ? ഞാൻ നിനക്ക് ചേട്ടൻ മാത്രമാണോ? 12 വയസ്സ് മുതൽ ഞാൻ നിനക്ക് അപ്പ മാതിരി കൂടെ തരുന്നതില്ലേ? പറയൂ, എന്ത് നേടാനാ നീ? നിരപരാധികളായ മനുഷ്യരെ കൊല ചെയ്തിട്ട് നാട്ടിൽ രക്തമൊഴുക്കി ചരിത്രത്തില് ആര് എപ്പോ എന്ത് എന്ത് നേടിയിരിക്കുന്നടാ? എങ്കിലും തടാ എപ്പോഴാ இந்த மாதிரி ടെറസ് ഗ്രൂപ്പില്? ചേട്ടാ, ഞാൻ ഓക്കെ, ഉൻ മനസ്സ് വേദനപ്പെടുത്തലേ. പക്ഷേ ഒന്നെനിക്കിപ്പോ അറിയണം, ഇത്രയും കാലം നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഞാൻ ഒഴുക്കിയ വേർവത്തുള്ളിയുടെയും പണത്തിന്റെ കണക്ക് നീ അറിയണ്ട. നിന്നെ വെളിയിൽ കൊണ്ടുവരാൻ അവസാന ശ്രമത്തിലാണ് ഞാനിപ്പോ. ടെൽമി, വെളിയിൽ വന്ന നീ വീണ്ടും നോക്ക്. ഇവക്ക് നിന്നെ പഴയ സുബ്രഹ്മണ്യ കൊടുക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തതാ. ഇവളുടെ കഴുത്തില് നിനക്ക് കിട്ടാനുള്ള താലി വരെ ഞാൻ പണിഞ്ഞു വെച്ചിരിക്കുക. പറയടാ, ഒരിക്കലും നീ പഴയ വഴിയിൽ പോകില്ലെന്ന് എനിക്ക് കേൾക്കണം. ഇവക്കും കേൾക്കണോ അത്? പറയടാ. കാതറിൻ, ബാല, സർ, സമയമായി. മിസ്റ്റർ ചാർലി, എൻ്റെ ഭാഗത്തുനിന്നുള്ള ഓപ്പറേഷൻസ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. ബട്ട് ഒരു ഫൂളിഷ് അറ്റംപ്റ്റ് ആണ് ചാൾസ് കാണിച്ചത്. തട്ടേക്കാട് കോളനി പ്രശ്നത്തിൽ അവൻ ഡമ്മി കളിച്ചപ്പോ ഞാൻ കരുതിയത് മണിക്കൂറുകൾക്കുള്ളിൽ അവൻ കാര്യം സാധിക്കുമെന്നാ. അവസാനം പോയി പെട്ടു. ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ തെളിവുകളൊന്നും. മിസ്റ്റർ മിനിസ്റ്റർ, ചാൾസിനെ നിങ്ങൾക്കറിയോ? 35 വർഷം ദാ ഇവിടെ തൊടിവിടം ചേർന്ന് നടന്നവരെ ഞങ്ങൾ. അവനെക്കുറിച്ച് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ. ഇല്ല. പക്ഷെ നീ ഒന്നോർക്കണം, മിനിറ്റുകൾക്ക് വിലയുള്ള, തന്റെ ചൂണ്ടുവിരൽ ലോകത്തിന്റെ അച്ചുതണ്ടായി കാണാൻ കരുത്തുള്ള ശതകോടീശ്വരൻ, സങ്കല്പിക്കാൻ പോലുമാകാത്ത ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലതൊട്ടപ്പൻ. അയാളാ സ്വന്തം അനുജന് വേണ്ടി എന്നെയും നിന്നെയും വിശ്വസിച്ച് ഇവിടെ ഒരു കള്ളനെ പോലെ കഴിയുന്നത്. വലിയ കൗശലക്കാരനാണ് ചാൾസ് എന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അത് വെച്ച് നീ തന്നെയല്ലേ പ്രോഗ്രാം ഡിസൈൻ ചെയ്തത്? നീ തന്നെയല്ലേ അവനെ അയച്ചത്? നീ തന്നെയല്ലേ അവനെ? അതെ, ഏറ്റെടുത്ത കാര്യങ്ങളൊന്നും പിഴയ്ക്കാത്ത ഞാൻ തന്നെയാ. അഥവാ പിഴച്ചാൽ ആ സ്പോട്ടിൽ സ്വന്തം ജീവൻ കളഞ്ഞിരിക്കും. പക്ഷെ അതിനുള്ള അവസരം അവന് കിട്ടിയില്ല. ഞാനിപ്പോൾ പറയുന്നു, ഞങ്ങളുടെ ജീവനേക്കാൾ വലുതാണ് ഞങ്ങളുടെ വാക്ക്. 4 ദിവസത്തേക്ക്. ഇതുപോലൊരു വാക്കും പറഞ്ഞ് ഇതിനേക്കാൾ വലിയ കോൺഫിഡൻസോട് കൂടിയായിരുന്നു നിന്റെ ബ്രദർ ചാൾസ് എന്ന സിംഗപ്പൂരിൽ നിന്നും പറഞ്ഞത്. അയാളിപ്പോ മരിക്കാൻ പോലും പരസഹായം കാത്ത് ഹോസ്പിറ്റലിൽ കഴിയാ. മാഡം പ്ലീസ്. എന്താ, സത്യമല്ലേ? കരീബിയൻ ബ്രദേഴ്സിന്റെ കരുത്ത് കാണിക്കേണ്ടത് വാക്കിലല്ല, പ്രവൃത്തിയിൽ വേണം. കാതറിൻ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എനിക്ക് വിശ്വാസമില്ലാന്ന്. ആശിച്ചതൊക്കെ വെറുതെയായി. ലുക്ക് മിസ്റ്റർ ചാർലി, വാട്ട് ഈസ് ഓൾ ദിസ്? 4 ദിവസമാണ് ഞാൻ ചോദിച്ചത്. അതിനുള്ളിൽ ഹോം മിനിസ്റ്റർ മേശപ്പുറത്തിരിക്കുന്ന റിപ്പോർട്ടിൽ മിനിസ്റ്ററുടെ സൈൻ പതിഞ്ഞിരിക്കും. അത് വിജയിച്ചാൽ കിട്ടുന്ന പണം മാത്രം മോഹിച്ചിട്ടല്ല. കാതറിൻ, എത്ര നേരമായിട്ടാ ഇങ്ങനെ നിൽക്കുന്നത്? വാ, നമുക്ക് പോകാം. അവന്റെ അവസ്ഥ കണ്ടപ്പോ മനസ്സിന് വല്ലാത്തൊരു നൊമ്പരം. എന്റെ ബാലയെ ഈ രൂപത്തിൽ കാണണ്ടായിരുന്നു. ഞാൻ വരണ്ടായിരുന്നു. എനിക്കറിയാം, ഉൻ മനസ്സിൽ എവളോ കഷ്ടം നിനക്ക് പുരിയത്. 6 വർഷം കാത്തിരുന്നിട്ടു. നമുക്കിപ്പോ ചാർലിയെ നമ്പിനാത്താൻ കഴിയും. അത് തവറ വേറെ വഴിയേയില്ല. വിശ്വസിക്കാം, പക്ഷേ ആശ്വസിപ്പിക്കാൻ പറയല്ല. ഉന്നെ അവനെയും ഞാൻ കണ്ടിപ്പാ സേത്തുവപ്പേ. എന്നെ നമ്പ. വാ, പോല. കമോൺ.